നമസ്കാരം. ലോകവ്യാപാര പാതകൾ ആര് നിയന്ത്രിക്കും? അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ചെങ്കടലും ആരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും? അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇസ്രായേലിനും ഇനി ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യൻ നാവികസേനയാണ്. മലാക്ക കടലിടുക്ക് മുതൽ ബാബ് എൽ മണ്ടേബ് വരെ ചൈനയുടെ കണ്ണുറച്ച ഭൂപടങ്ങളിൽ പോലും ഇന്ത്യ തീർക്കുന്നത് മാറ്റമില്ലാത്ത സുരക്ഷാ കോട്ടയാണ്. കടൽ കൊള്ളക്കാരെയും സമുദ്ര ഭീഷണികളെയും തകർത്തെറിഞ്ഞ് ആയിരക്കണക്കിന് കപ്പലുകൾക്ക് കാവലായി നിലകൊള്ളുന്ന ഭാരതത്തിന്റെ കടൽ കരുത്ത് വെറുമൊരു പ്രതിരോധ കഥയല്ല. ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികൾ പോലും തലകുനിക്കുന്ന പുതിയ സൂപ്പർ പവറിന്റെ ഉദയമാണ്. ഇസ്രായേലി പ്രതിരോധ വിദഗ്ധർ പോലും തുറന്നു സമ്മതിക്കുന്ന ആ സത്യം എന്താണ്? കാണാം വിശദമായി. ഇന്ത്യൻ നാവികസേനയുടെ വർദ്ധിച്ചുവരുന്ന ശക്തി യൂറോപ്പിനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും നിർണായകമാണെന്ന് ഇസ്രായേലി പ്രതിരോധ വിദഗ്ധ പൗഷാലി ലാസ് ജെറുസലേം പോസ്റ്റിൽ അവർ എഴുതിയ ലേഖനത്തിൽ ഭാവിയിൽ ഹോർമുസ് കടലിടുക്ക്, ബാബൽ മണ്ടേബ്, മലാക്ക കടലിടുക്ക് തുടങ്ങിയ ലോകത്തിലെ ചോക്ക് പോയിന്റുകൾ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നതല്ല, മറിച്ച് ഈ ചോക്ക് പോയിന്റുകൾ തുറന്നിടാൻ ആർക്ക് സഹായിക്കാനാകുമെന്നതിനെക്കുറിച്ചായിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇന്ത്യൻ നാവികസേനയുടെ പങ്ക് നിർണായകമാകുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും യൂറോപ്പ് യൂണിയനും ഇന്ത്യ വെറും സാമ്പത്തിക വളർച്ചയുടെയോ ഉയർന്നുവരുന്ന പ്രതിരോധ സൂപ്പർ പവറിന്റെയോ കഥയല്ലെന്നും, പ്രത്യേകിച്ച് വ്യാപാര പാതകൾ, ഊർജ്ജ സുരക്ഷ, ഭൗമരാഷ്ട്രീയ സ്ഥിരത എന്നിവ വലിയ സമ്മർദ്ദത്തിലായിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് US, ഇസ്രായേൽ, ഇറാൻ സംഘർഷത്തിന് ശേഷം ആഗോള സമുദ്ര സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു തന്ത്രപരമായ പങ്കാളിയായി അത് ഉയർന്നു വരുന്നുവെന്നും അവർ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയില്ലാതെ സുരക്ഷ അപൂർണമാകുന്നത് എന്തുകൊണ്ട്? ലോക ഭൂപടത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം വ്യക്തമാകുമെന്ന് അവർ എഴുതുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ മധ്യപൂർവ്വ ദേശത്തെ ഊർജ്ജോൽപാദന മേഖലകൾക്കും ആഫ്രിക്കയിലെ വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകൾക്കും കിഴക്കൻ ഏഷ്യയിലെ ഉൽപാദന കേന്ദ്രങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ ഗൾഫിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കടൽ പാതകളെയാണ് അതിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശം അഭിമുഖീകരിക്കുന്നത്. അതേസമയം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിനും പസഫിക്കിനും ഇടയിലുള്ള കവാടമായ മലാക്ക കടലിടുക്കിലേക്ക് തന്ത്രപരമായ പ്രവേശനം നൽകുന്നു. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വ്യാപാര പ്രവാഹത്തെ സ്വാധീനിക്കാൻ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഈ വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ള ഒരു രാജ്യമായി ഇന്ത്യ സ്വയം കൂടുതൽ സ്ഥാനം പിടിക്കുന്നുവെന്ന് അവർ എഴുതുന്നു. 2008 ഏദൻ ഉൾക്കടലിൽ കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം ആയിരക്കണക്കിന് വാണിജ്യ കപ്പലുകളെയും ആയിരക്കണക്കിന് നാവികരെയും സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേന അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത പാതകൾ സുരക്ഷിതമാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പൗഷാലി ലാസ് എഴുതുന്നു. 2024 സമുദ്ര ആക്രമണങ്ങളുടെ വർധനവിനിടെ ഇന്ത്യ 30-ലധികം നാവിക കപ്പലുകൾ വിന്യസിക്കുകയും നിരവധി സംഭവങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തു. ദേശീയത പരിഗണിക്കാതെ ഇന്ത്യ നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സാധനങ്ങൾ വഹിക്കുന്ന വാണിജ്യ കപ്പലുകൾ സുരക്ഷ നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ നാവികസേന കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. മലാക്ക കടലിടുക്കിനടുത്തുള്ള സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ അഭിലാഷങ്ങളെ ചെറുക്കുന്നതിനുമായി ഇന്ത്യ നിക്കോബാർ ദ്വീപുകളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നുണ്ടെന്ന് അവർ എഴുതുന്നു. ആഗോള വ്യാപാരത്തിൽ നിന്ന് ഇന്ത്യ നേട്ടമുണ്ടാക്കുക മാത്രമല്ല, അതിന്റെ സുരക്ഷയ്ക്കും കൂടുതൽ സംഭാവനകൾ നൽകുന്നുണ്ടെന്ന പ്രധാന വസ്തുത ഈ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ലോക സമുദ്ര അതിർത്തികളിൽ ഇന്ത്യ വെറും ഒരു നിരീക്ഷകനല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെയും സമാധാനത്തിന്റെയും ഉറപ്പുള്ള കാവലാളാണ്. ചൈനയുടെ വികസന മോഹങ്ങൾക്ക് ആൻഡമാൻ നിക്കോബാറിലൂടെ ഇന്ത്യ നേടുന്ന തടയിടലും പ്രതിസന്ധികളിൽ ആഗോള കപ്പലുകൾക്ക് നൽകുന്ന സുരക്ഷയും തെളിയിക്കുന്നത് ഒന്നേ മാത്രം: ഇന്ത്യൻ നാവികസേനയില്ലാതെ ഇനി ലോക സുരക്ഷ പൂർണ്ണമാകില്ല. ഭാരതത്തിന്റെ ഈ വൻ കുതിപ്പിനെയും സമുദ്ര കരുത്തിനെയും കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും ലഭിക്കാൻ നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.